പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ വൈഫ് അന്ന് വീട്ടിലില്ല, അവർ നേഴ്സാണ്, അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് അവർ. അപ്പോൾ പ്രായമായ അപ്പനുണ്ട്, അപ്പന് സ്റ്റെൻഡ് ഇട്ടിരിക്കുകയാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ പ്രിൻസിന് മനസ്സിലായി എല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഏത് സമയത്തും വീടും പോകും. ആ വീട് പോകുന്നതിന് മുമ്പ് തന്നെ, പോകാൻ സാധ്യതയുള്ള സമയത്ത് തന്നെ ഇവൻ അപ്പനോട് പറഞ്ഞു, അപ്പ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ പോകും? റോഡ്, ഈ വെള്ളമെല്ലാം കൊത്തിയിട്ട് റോഡ് പൊങ്ങി, തോട് മുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി കഴുത്തൊപ്പം വെച്ച് നീന്തേണ്ടി വരും. അപ്പനെയും കൊണ്ട് എങ്ങനെ നീന്തും? പ്രായമായ അമ്മയും കൊണ്ട് എങ്ങനെ നീന്തും? പിന്നെ ഉടനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈശോ, അതായത് ദേവമാതാവ് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനും എൻ്റെ ഭാര്യയും ഉടമ്പടി എടുത്തതാണ്, ഞങ്ങൾ നശിക്കരുത്, നശിക്കാൻ പാടില്ല. കാര്യം എന്താണ്? ഞങ്ങൾ നീയുമായിട്ട് ഉടമ്പടിയിലാണ് എന്ന് പറയുകയും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഇടിമിന്നലിൽ ഒരു കോവേണി കാണും. അവിടെ ഉണ്ടായിരുന്ന കോവേണിയാണ്. അമ്മ കോവേണി കാണിച്ചു കൊടുക്കും. ഉടനെ കോവേണി എടുത്ത് ഇവൻ തോടിൻ്റെ മുകളിലിടും. ആരോപണത്തിൻ്റെ കോവേണി എടുത്ത് തോടിൻ്റെ മുകളിലിടും. തോടിൻ്റെ മുകളിലിട്ട് വെച്ച് ഉടമ്പടി കാശിരും എടുത്തിട്ട് അരയിൽ 5-8 പ്രാവശ്യം തിരിച്ചിട്ട് മുണ്ടയിൽ അത് തിരികെ വെക്കും. എന്നിട്ട് ഈ അമ്മനെയും കൊണ്ട് ഭാര്യയും അമ്മയും അപ്പനെയും കൊണ്ട് ഇവൻ ഈ പാലത്തെ കൂടി കയറി ഇപ്പുറത്ത് കൊണ്ട് വെക്കും. കൊച്ചിനെ അവൻ തോളയിലെടുക്കും. എന്നിട്ട് അവരവിടെ നിന്ന് കുടിയൊഴിഞ്ഞ് പോരും. കുടിയൊഴിഞ്ഞ് പോരുമ്പോൾ പള്ളിയിലെ ക്യാമ്പിൽ തോന്ന് താമസിക്കും. പക്ഷേ 28 ഉരുളാണ് അന്ന് പൊട്ടിയത് രാത്രി. 1-2 അല്ല, 28 ഉരുൾ. എല്ലാവരും തന്നെ ക്യാമ്പിലായിപ്പോയി. എന്നാൽ അവർ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതുപോലെ തന്നെ മുടങ്ങാതെ പോകുകയാണ്. ഇവൻ തിരിച്ച് ക്യാമ്പിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ക്യാമ്പ് ആദ്യത്തെ ഒരാഴ്ച തഹസിൽദാരും വില്ലേജ് ഓഫീസറും പാർട്ടിക്കാരും എല്ലാം വരുമെങ്കിലും അവസാനത്തെ ആഴ്ച കിടക്കുന്നുണ്ട് അവനെ ശവം പോലെ കാണത്തുള്ളൂ. ആരും വരത്തില്ല, തിരക്കത്തില്ല. ഞാനും ക്യാമ്പ് നടത്തിയിട്ടുള്ളതാണ്, ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുള്ളതാണ്. സുനാമി ക്യാമ്പ് ഈ ജില്ലയിൽ ആദ്യം നടത്തിയ ഞാൻ. ആദ്യത്തെ ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ വഴികെ തിരക്കി അന്വേഷിക്കുകയും ചെയ്യും. അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്നും തരത്തില്ലെന്നല്ല, എല്ലാം തരും. അത് ആദ്യത്തെ ഒരു ഇതാണ്. അത് കഴിയുമ്പോൾ പിന്നീട് മനഃപൂർവ്വം നമ്മൾ അവിടുന്ന് പോയി കളയാൻ വേണ്ടി അവർ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അവർ വരാത്തപ്പോൾ ഓർക്കുക, അവർ ക്യാമ്പ് പിരിച്ചു വിട്ടിരിക്കണം, ഇനി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി മര്യാദക്ക് തേച്ച് കഴുകി ജീവിക്കാവുന്നതിൻ്റെ അർത്ഥം. അത്രേ ഉള്ളൂ. ഇപ്പോൾ പ്രിൻസ് വീട്ടിൽ ചെന്നപ്പോൾ വീട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഉടനെ പ്രിൻസും ഭാര്യയും കൂടി ബാങ്കിൽ പോയിട്ട് വേറെ ഒരു വീട് നോക്കിയിട്ട് 5 പൈസ കയ്യിലില്ലേ, 5 പൈസ കയ്യിലില്ലാതെ, അതായത് അമ്മയുടെ അടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ വീട് വേണമെന്ന്, അത് ആ ഉറപ്പിലാണ്, ഉടമ്പടിയിൽ എഴുതിയിട്ടുള്ള ഉറപ്പേ ഉള്ളു. അല്ല 5 പൈസ കയ്യിലില്ല. ഈ ഉടമ്പടിയിൽ വീട് വേണമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട, ചില ആൾക്കാർ യാന്ത്രികമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, ചില ആൾക്കാർ 1.5 ചെയ്ത്താണ് ചെയ്യണത്. അതാണ് സംഭവം. അവർക്കാണ് അങ്ങനെ. ദൈവത്തെ അറിയാമല്ലോ, ഇത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞത് കേട്ട് വന്ന് എഴുതുകയാണ്. ഉടമ്പടിയിൽ അവർ അനുഷ്ഠിക്കുകയുമില്ല, വിശ്വസിക്കുകയുമില്ല, പ്രാർത്ഥിക്കുകയുമില്ല. ഇപ്പോൾ ഇന്നലെ ഒരു ചങ്ങനാശ്ശേരിക്കാരൻ സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇതിൽ വിശ്വസിച്ചില്ല, ഉടമ്പടി കൊണ്ട് നടക്കുമ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് വിശ്വാസമില്ലാതെ. അങ്ങനെ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞിരിക്കണം, വിശ്വാസമില്ലാതെ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഈ കൃപാസനം പത്രത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ട്രോളല്ലേ, അത് കാരണം ഈ പത്രം പുറത്തെടുക്കാൻ പോലും എനിക്ക് ഭയങ്കര ആക്ഷേപമായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ വന്ന് ആർത്തിയോടെ മേടിക്കുന്നുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചില്ലെന്നാണ് പറയണത് തെക്കടശ്ശേരി ഈ ചങ്ങനാശ്ശേരിക്കാരൻ. ഞാനത് ഉദ്ദേശിച്ചില്ല. ഞാൻ ഓർത്തത് ആൾക്കാർക്ക് ഇതിനോട് പുച്ഛമായിരിക്കുമെന്നാണ്. ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് തികയാതെ വന്നെന്നാണ് പറയണത് പത്രം. കാരണം ജനങ്ങൾക്ക് ഇന്ന് അറിയാവുന്നതിന് ശരിക്കറിയാം കൃപാസനം പത്രം എന്താണെന്നും അവിടെ ദൈവം പ്രവർത്തിക്കുന്ന രീതിയാണെന്നും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. കൃപാസനം പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് സാക്ഷ്യത ഇട്ടിട്ടുണ്ട്. നിങ്ങളതിൻ്റെ ഇനി ട്രോളർമാരത് കേട്ടാൽ പിന്നെ അവർ അത് വെച്ച് ട്രോളിക്കൊണ്ടിരിക്കും. ട്രോളട്ട ദൈവികമായ പദ്ധതിയുടെ മുന ഒടിക്കാൻ ഒന്നിനും പറ്റത്തില്ല. കാര്യം നമ്മളിങ്ങനെ കുറേ പലതരത്തിലുള്ള ആക്ഷേപങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണ സമയത്തും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിശ്വസിക്കുന്നവർക്ക് അടയാളമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കും.
അതിലിതെല്ലാം വിശ്വസിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞ അത് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവർ ഒരു ഒക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാമട്ടിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് ആപത്തായിട്ട് മാറണത്. ഇപ്പോൾ ഇത് പ്രിൻസ് കണ്ട, പ്രിൻസ് അപ്പനെയും അമ്മനെയും കടത്താൻ വേണ്ടി ഏണി തോടിന് വട്ടമിട്ടിട്ട് ഈ മഴയത്ത് ഇറങ്ങി വരുമ്പോൾ അവനെന്താ ചെയ്യണത്? ഉടമ്പടി കാശുരം എടുത്തിട്ട് തുണിത്തെറുപ്പിൽ തെറുത്ത് വെച്ചിട്ടാണ് ഇറങ്ങണത്. എന്നിട്ട് അവൻ അമ്മയും കൊണ്ട് ഇറങ്ങണ പോയ സാന്നിധ്യം, ദൈവസാന്നിധ്യം, അതൊക്കെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ബാധ്യതയാവും ഇത് നിറവേറ്റി. നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലേ? നിങ്ങൾ പ്രഖ്യാപിച്ചില്ല, അത്രേ ഉള്ളൂ. പക്ഷേ വൺസ് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉടമ്പടിയിലുള്ള ദൈവത്തോടുള്ള ബന്ധം അരക്കിട്ട് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവം സത്യസന്ധനായത് കാരണം ദൈവത്തിന് നിങ്ങളുടെ നിയോഗങ്ങളോടുകൂടി നിവൃത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം സത്യസന്ധനാണല്ലോ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ എടുത്ത ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിത വിശുദ്ധി കൂടി പാലിച്ചുകൊണ്ട് പോകണം. ജീവിത വിശുദ്ധിയും പാലിച്ച് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും കൃത്യമായിട്ട് പാലിച്ച്, ഞാൻ ഈ ഭൂമി ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് എന്ന് നിങ്ങൾ ധരിക്കണം. എന്നതിലുള്ള വിഷയം എന്താ അറിയാമോ? ഇപ്പം ഉടമ്പടിയെ നമ്മൾക്ക് 2 തരത്തിൽ വീക്ഷിക്കാം. നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത നിങ്ങൾക്ക് ഉടമ്പടിയെ 2 തരത്തിൽ വീക്ഷിക്കാം. ഒന്ന് വെള്ളിയും ഒന്ന് സ്വർണവുമാണ്. വെള്ളിയായിട്ട് എങ്ങനെ വീക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം വെള്ളിയുള്ളൂ. നിങ്ങൾക്ക് ഉടമ്പടിയിൽ നിന്ന് എന്ത് വേണം? നിങ്ങൾ ഉടമ്പടിയെ കാണുന്ന വിധം. ജോലി വേണം, IELTS ജയിക്കണം, അല്ലേ? പറമ്പ് വിൽക്കണം, വീട് വേണം. അതാ നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇത്രേ ഉള്ളൂ. എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് ഒരു കുട്ടിയില്ല, ഇപ്പോൾ 16 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ 16 വർഷമായിട്ട് മക്കളില്ല, 15 വർഷമായിട്ട് മക്കളില്ലാത്തവരൊക്കെ വന്ന് സാക്ഷ്യം കുഞ്ഞുങ്ങളെ കൂടെ അത് നമ്മൾ ഞെട്ടിച്ച് കളയും. IVF IUF എല്ലാം എടുത്തതിന് ശേഷം അവർ രാശി പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഏജ് കഴിഞ്ഞോ, ഇനി നിങ്ങൾക്ക് ദത്തെടുക്കാനേ പറ്റത്തുള്ളൂ, ദത്തെടുക്കാനും ഏജ് കഴിഞ്ഞോ. അപ്പോൾ അവർക്ക് എന്നിട്ട് ഉടമ്പടിയിൽ ഈ 18-ാം വർഷം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കും. അതാണ് ഉടമ്പടി എന്ന് പറയണത്. അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാരെ. അത് നമ്മൾ എല്ലാ ദിവസവും കണ്ടിരിക്കുക, എല്ലാ വല്ലപ്പം കാണുന്നതല്ലേ, എല്ലാ ദിവസവും ജനങ്ങൾ ഉടമ്പടി അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഉടമ്പടിക്ക് 2 വീക്ഷണങ്ങളുണ്ട്. ഒന്ന് ഒരു സിൽവർ ലൈനിലുള്ള ഒരു നിങ്ങൾ ഉടമ്പടിയെ കാണുക എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിക്കുമ്പോൾ ജോലി കിട്ടാൻ, കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ വസ്തു വിൽക്കാൻ, വസ്തു മേടിക്കാൻ, എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ പറയണത്. പക്ഷേ ഇനി വേറെ ഒരു ഗോൾഡൻ ലൈനുണ്ട്, ഗോൾഡൻ വേർഷനുണ്ട്. അതെന്താണ്? ഈ ഉടമ്പടി കൊണ്ട് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു? മനസ്സിലായില്ലേ? അവിടെയാണ് പിടുത്തയിരിക്കണത്. ഈ ഉടമ്പടി കൊണ്ട് നിങ്ങളെന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് സിൽവറാണ്. പക്ഷെ അതേസമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്, ഈ ഉടമ്പടി കൊണ്ട് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു? ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടു. എന്താ ഉദ്ദേശിക്കണത്? ദൈവസ്നേഹം നിങ്ങളിൽ പൂർണ്ണമാകണം. അതാണ് ഉദ്ദേശിക്കണത്. വായിച്ചില്ലേ നമ്മൾ? ഇപ്പോൾ 1 യോഹന്നാൻ 2:5 വായിച്ചേ. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ഈ ഗോൾഡൻ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളിൽ പറഞ്ഞേ, എന്നിൽ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കണം. ഇതാണ് കവനന്റിന്റെ ഗോൾഡൻ ലൈൻ എന്ന് പറയുന്നത്. എന്താണ്? ഈ ഉടമ്പടി എടുക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം എന്നാ പറയണത്? ദൈവസ്നേഹം. പറഞ്ഞ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കണം. അപ്പോഴേ എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ട്. പക്ഷെ ഉടമ്പടിക്കാരിൽ നിന്ന് സാധാ ആയിട്ടുള്ള ദൈവസ്നേഹമല്ല ഉദ്ദേശിക്കണത്. എന്താ? മേത്തരം ദൈവസ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പൂർണ്ണത പ്രാപിച്ച ദൈവസ്നേഹമാണ്. ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് പറയുന്നത് അവിടെയാണ്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ, അത് പറഞ്ഞേ,
ദൈവസ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിക്കുന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശമെങ്കിൽ ആ ദൈവസ്നേഹം ഞങ്ങളിൽ പൂർണ്ണത പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് ചോദ്യമാണത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന് കർത്താവ് പറയും, അവൻ്റെ വഴി കൂടി നടക്കണമെന്ന് പറയും. നിങ്ങളുടെ വഴി കൂടി നടന്നാൽ പറ്റത്തില്ല. എല്ലാവരും അവരവരുടെ വഴി കൂടിയല്ല നടക്കണത്. അവൻ്റെ വഴി കൂടി നടക്കാൻ താഴത്ത് വായിച്ചേ 1 യോഹന്നാൻ 2:6 വായിച്ചേ. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ പറഞ്ഞ് അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവസഭ പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ്. ദൈവസഭ എങ്ങനെ പൂർണ്ണമാകും? അത് അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അവൻ നടന്ന വഴിയിലൂടെയാണ് പ്രിൻസ് നടക്കണം. ഇപ്പൊ ഉള്ള വീടും പോയില്ലേ, വഴിയാധാരമായില്ലേ? അവൻ നടന്ന വഴി അവന് വീടില്ലല്ല, കിടക്കണ കണ്ടില്ലേ? അവൻ നടന്ന വഴിയിലൂടെ ഉടമ്പടിക്കാരൻ നടക്കണം കണ്ടില്ലേ? അവൻ നടന്ന അതേ വഴി. നിങ്ങൾ ഓർക്കണം, ഉടമ്പടി എടുക്കുമ്പോൾ ചെറുക്ക് അവൻ നടന്ന അതേ വഴിയിലൂടെ അവനെ പെട്ടെന്ന് നടത്തും നിങ്ങളെ. ഇതുകൊണ്ട് തീർന്നില്ല. പെൻസും ഭാര്യയും കൂടി ബാങ്കിൽ ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് പുതിയ വീട് കണ്ടുപിടിച്ചവർ, പക്ഷേ കൈ കാശില്ല, ബാങ്കിൽ ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ബാങ്കുകാരൻ പറയും, നിങ്ങളുടെ പ്രദേശത്തല്ലേ 28 ഉരുള് പൊട്ടിയത്, അവിടെ എന്തുറപ്പിന് ഞങ്ങൾ ലോൺ തന്നാൽ നിങ്ങളിങ്ങനെ റീഫണ്ട് ചെയ്യും, ആ സ്ഥലത്ത് ലോൺ തരികയെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യും? തീർന്നില്ലേ? അവൻ നടന്ന അതേ വഴി. അവൻ വഴിയാധാരം കണ്ടില്ലേ? വീടുമില്ല, കുടിയുമില്ല, ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങുക. കർത്താവ് നടന്ന അതേ വഴിയിലൂടെ നടക്കണം. വൈഫ് എന്ത് ചെയ്യും? സൗഭാഗ്യ ഇടിപെട്ടാണ്. ഇങ്ങനെ ഒന്നും കൊണ്ട് അവൾ കുരുങ്ങത്തില്ല. അവളാണ് ഇപ്പോഴാണ്, നേരത്തെ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, ഇപ്പോഴാണ് ബാങ്കുകാരൻ ലോൺ നിഷേധിച്ചപ്പോഴാണ് അവൾ ഒരു തീരുമാനം എടുത്തത്. എന്താണ്? പ്രത്യക്ഷയുടെ പ്രാർത്ഥന 53 പ്രാവശ്യം ചെല്ലാമെന്ന്. വിടാതെ ഇരുന്ന് 53 പ്രാവശ്യം ചെല്ലുമ്പോൾ വേറൊരു വീടിനെ, അവർ കണ്ടുവച്ച വീടിനെ ആ വീട് തന്നെ വെച്ചോണ്ട് ഈടാക്കിക്കൊണ്ട് ബാങ്കുകാരൻ ലോൺ അനുവദിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. വീണ്ടും ഈ അൾത്താരയിൽ വന്ന് ഒരു സാക്ഷ്യം കൂടെ പറയാൻ എന്നെ അനുവദിച്ചതിനോർത്ത് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാൻ 1/3/2018 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തതാണ്. അന്ന് ഉടമ്പടി നിയോഗത്തിൽ വെച്ച എല്ലാ കാര്യങ്ങളും തന്നെ എനിക്ക് സാധിച്ചു കിട്ടി. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വീണ്ടും ഒരു അവസരം കൂടെ എൻ്റെ ദൈവം എനിക്ക് തന്നു. അത് വീണ്ടും ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. ഇപ്പോൾ ഞാൻ ഗ്രേ കളറിൽ ഉള്ള ഉടമ്പടി പത്രമാണ് എനിക്ക്. കാരണം അത്രയും വർഷം ഈ ഉടമ്പടിയിൽ നിലനിൽക്കാൻ എൻ്റെ അമ്മ എന്നെ അനുവദിച്ചതിനോർത്ത് 1000 നന്ദി. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എനിക്ക് എൻ്റെ 2 ആൺമക്കളാണുള്ളത്. ഒരാൾ CP6 കഴിഞ്ഞു, അവനിപ്പോൾ ജർമ്മനിയിൽ പഠിക്കുകയാണ്. അവനവിടെ കാനഡയിലാണ്. അവർക്ക് 2 പേർക്ക് വേണ്ടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഉണ്ടായ ആ അനുഗ്രഹങ്ങളെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം 2 പേരുടെ ഈ വന്ന കാലത്ത് പോകണമെങ്കിൽ ഒരു 50 ലക്ഷത്തിൽ കൂടുതൽ രൂപ വേണം. കാരണം അത്രയൊന്നും സാമ്പത്തികമായി ഉള്ള ആളല്ല ഞാൻ. പക്ഷേ ഞങ്ങൾക്ക് ഈ പൈസ അത് ഈ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് അമ്മയോട് പ്രത്യേകം മാധ്യസ്ഥ അപേക്ഷിച്ചത് വഴി, യേശു വഴി, പിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം സാധിച്ചു തന്നു. ഞങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ ഞങ്ങൾക്ക് പൈസ വന്ന് അത് അവസാനം ഇനി പൈസ മതി എന്ന് പറയേണ്ട അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തത്. കാരണം ഇളയ ആൾക്ക് അവന് വിദേശത്ത് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആ ആളുടെ സ്വഭാവം ഈ വന്ന കാലത്തുള്ള മക്കളുടെ സ്വഭാവം പോലെ ഇച്ചിരി അവരൊക്കെ ഒരു വേറെ ലെവലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവനെ കേരളത്തിൽ തന്നെ പഠിപ്പിച്ചാൽ മതി, കേരളത്തിന് വെളിയിൽ പോലും വിടണ്ട എന്നോർത്തോടാണ് ഇരുന്നത്. പക്ഷേ ഇത് എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞതിൻ്റെ ഫലമായി അവൾ പറഞ്ഞു, കാരണം നമുക്ക് വെളിയിൽ വിടാനുള്ള പൈസ ഒന്നും ഇല്ല, കാരണം ഒരാൾക്ക് പോകണമെങ്കിൽ 10-25 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരി പറഞ്ഞു,
അവനെ അങ്ങനെയാണ് വെളിയിൽ തന്നെ വിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ, പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ നിർബന്ധത്തിന് പ്രകാരം അവരുടെ വീടിൻ്റെ ആധാരം തന്നെയാണ് ഞങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തന്നെ. അവനാവശ്യമുള്ള പൈസ നിങ്ങൾ ബാങ്ക് ലോണായിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ ഞങ്ങൾ അവന് പോകാനുള്ള പ്രൊസീജിയർ ആരംഭിച്ചു. ആദ്യം UK ക്കായിരുന്നു ട്രൈ ചെയ്തത്. എന്നാലും ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത്, അവൻ എവിടെയാണ് അവന് നല്ലത്, അപ്പോൾ അവിടേക്ക് വിടുവാൻ മാത്രമേ അവനെ അനുവദിക്കാവുള്ളൂ എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ UK ആരംഭിച്ചു. പക്ഷേ അവസാനം അത് ഓസ്ട്രേലിയയിലെത്തി. ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾ പേപ്പേഴ്സ് വർക്കെല്ലാം കൊടുത്ത് അതിൻ്റെ പ്രൊസീജിയർ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സാമ്പത്തികം കാരണം തികയില്ലെന്നറിയാവുന്നതുകൊണ്ട് ബാങ്ക് ലോണിലേക്ക് ഞങ്ങൾ ആശ്രയിക്കേണ്ടി വന്നു. ബാങ്കിലേക്ക് ഞങ്ങളുടെ സ്ഥലം ഈട് വെക്കാനായിട്ടും ലോൺ മറ്റ് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്ര തുകയാണോ അത്രയും അത് കിട്ടാൻ ഇതിനു മുമ്പ് ഞങ്ങളുടെ വീട് മേടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പല ബാങ്കിലും ഈ ആധാരമായിട്ട് ഓടി നടന്ന് പല ബാങ്കിലും പോയിട്ടും അവിടെയൊന്നും ഒരു ലോൺ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ആവശ്യത്തിനായി ഞങ്ങൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് ആവശ്യത്തിൽ അവരുടെ ആവശ്യം പോലെയായിരുന്നു അത്. കാരണം ഞങ്ങൾക്ക് വിതിൻ ഒരു 10-15 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആവുകയാണ് ചെയ്തത്. കാരണം ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഇതെങ്ങനെയാണ് ലോൺ സാങ്ഷൻ ആകുന്നത്. ആ ബാങ്കിൽ ഉദ്യോഗസ്ഥർ അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള പോലെയാണ്, അല്ലെ അവരുടെ ആവശ്യത്തിന് ഉള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ബാങ്ക് ലോൺ റെഡിയാക്കിയത്. അപ്പോൾ ആ ലോൺ സാങ്ഷനായി കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂത്തയാൾ ഞങ്ങൾക്ക് അവൻ്റെ പഠിത്തം BSc കഴിഞ്ഞ് അവൻ കേരളത്തിൽ കുസാറ്റിലും മറ്റു യൂണിവേഴ്സിറ്റികളിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ അവൻ്റെ അഡ്മിഷന് വേണ്ടി ഫിസിക്സിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇളയയാളുടെ വിസയ്ക്ക് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ആ വിസ റിജക്ഷൻ ആവുകയാണ് ചെയ്തത്. പക്ഷേ ആ റിജക്ഷനായപ്പോൾ അവന് വിഷമമായി എങ്കിൽ പോലും ഞങ്ങൾ അവൻ്റെ പൈസ എല്ലാം റീഫണ്ട് ചെയ്തപ്പോൾ മൂത്ത മകൻ അവൻ്റെ ജർമ്മനിക്ക് പോകാനൊരു അവിടുത്തെ വലിയ യൂണിവേഴ്സിറ്റിയിൽ അവന് അഡ്മിഷന് വേണ്ടി അവൻ ട്രൈ ചെയ്തു. അത് പെട്ടെന്ന് തന്നെ ശരിയായി. അവൻ പറഞ്ഞു എനിക്കധികം പൈസ വേണ്ട, അപ്പം ഞാൻ ആദ്യം പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ റിജക്ഷനായ പൈസ ഞങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവന് പോകാൻ വേണ്ടിയുള്ള പേപ്പേഴ്സ് റെഡിയാക്കിക്കോളാൻ പറഞ്ഞു. ആ ഗ്യാപ്പിൽ അവൻ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അവനോട് പറഞ്ഞു നിങ്ങളുടെ കേരളയിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്റ്റാൻഡേർഡ് അത്ര പോരാന്ന് അവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് അവന് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയില്ല. അത് കഴിഞ്ഞ് അവൻ ജർമ്മനിയിലെ വിതിൻ 50 റാങ്കിൽ ലിസ്റ്റിനുള്ളിൽ വരുന്ന ഈഡൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ അവൻ അപ്ലൈ ചെയ്തു. അവിടെ നിന്നുള്ള ഇൻ്റർവ്യൂവിൽ അവർക്ക് അവനെ അയച്ചു കൊടുത്ത ലിങ്ക് അവന് കിട്ടാതെ വന്നപ്പോൾ അവൻ്റെ പേഴ്സണൽ ഫോണിലേക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അവനെ നേരിട്ട് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇൻ്റർവ്യൂവിന് കയറി വരാതെ ലിങ്കിൽ കയറായത്? അപ്പോൾ പറഞ്ഞു എനിക്ക് ഈ ലിങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അപ്പം തന്നെ ആ പ്രൊഫസർ വേറെ ലിങ്ക് അയച്ചു കൊടുക്കുകയും ആ ലിങ്കിൽ കയറി അവരുമായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും അവനവിടെ പാസ്സാവുകയും ചെയ്തു. കാരണം വേറെ നമുക്കറിയാം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ, കാരണം കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോലും ഏതെങ്കിലും ഒരു പ്രൊഫസർമാർ ഇൻ്റർവ്യൂവിന് ആരെങ്കിലും വന്നില്ലെങ്കിൽ അവരതേപ്പറ്റി നോക്കുപോലുമില്ല. പക്ഷേ അത് അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അവൻ്റെ പേഴ്സണൽ ഫോണിലേക്ക് വിളിച്ച് അവന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും അവനത് പാസ്സായി ചെയ്തപ്പോൾ മാതാവ് എത്രമാത്രം ഞങ്ങളെ അതിനുവേണ്ടി ഞങ്ങളുടെ കാര്യത്തിൽ ഈ ഉടമ്പടിയിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത് അനുഗ്രഹപ്രദമായി തന്നെ ഞങ്ങൾക്ക് ആ അഡ്മിഷൻ ശരിയാകുകയും അവൻ എത്രയും പെട്ടെന്ന് അവന് പോകാനായിട്ട് സാധിക്കും. പക്ഷേ അവൻ്റെ BSc വെച്ച പേപ്പേഴ്സ് ഇച്ചിരി അവൻ അവിടെ നിന്ന് കിട്ടിയ ഡേറ്റ് താമസിച്ചതിനോട്ട് അവൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ സ്റ്റാർട്ടായിട്ടും അവരിവിടുന്ന് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത ഡേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ആ ഡേറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ അവരുടെ കോളേജിൽ അവനോട് ക്ലാസ് തുടങ്ങി പക്ഷേ അവന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഓൾറെഡി അവൻ അവിടുന്ന് അവൻ്റെ പ്രൊഫസർക്ക് മെയിൽ അയച്ചു, കോളേജിലേക്ക് മെയിൽ അയച്ചു, ഇങ്ങനെ ഡേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അവന് വേണ്ടി തന്നെ ആ ഡേറ്റ് പോലും മാറ്റി കൊടുത്തു, അവിടുന്ന് അയച്ചു കൊടുത്തു. അവനത് വിസ ഓഫീസിൽ കൊടുത്തു. അവൻ്റെ ആ വിസ അവർ സ്റ്റാമ്പ് ചെയ്തു. അവന് ഇവിടുന്ന് കയറി പോകാൻ സാധിച്ചു. അപ്പോൾ അവൻ ജർമ്മനിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പോയിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഇളയയാളുടെ വിസ റിജക്റ്റനായ സ്ഥിതിക്കാണ് ഈ സംഭവങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ നമുക്ക് പൈസ ചിലവായപ്പം അവൻ്റെ വെച്ചിരിക്കുന്ന പൈസയിലാണ് നമുക്ക് ചിലവായത്. അപ്പോൾ ഇവന് വിഷമമാകുമെന്ന് ഓർത്തുകൊണ്ട് പിന്നെ നമ്മൾ ഇവൻ്റെ പ്രോഗ്രാം എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ചിരുന്നപ്പം അവൻ അടുത്ത് പ്രോഗ്രാമുമായിട്ട് വന്നു കാനഡ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്നാലും അവന് ആഗ്രഹിച്ചല്ലേ എന്നോർത്തുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ പൈസ ഇല്ല, കാരണം നമ്മൾ ഉദ്ദേശിച്ച പൈസ ഈ ജർമ്മനിക്കാരന് തീർന്നു പോയി. അപ്പോൾ പിന്നെ പൈസ എവിടെ നിന്നാണ് വന്നതെന്ന്
ഇളയവൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആകപ്പാടെ നമ്മളുടെ ഈ പൈസ എത്രയുണ്ടായിരുന്നു നമുക്കറിയാം. അത് ഒരാൾക്ക് വേണ്ടി തന്നെ ചിലവായി. പക്ഷേ ഇളയാൾക്ക് അതിന് എത്രയാണ് പോകേണ്ട ആ പൈസ നമ്മൾ ചോദിക്കുന്നവരൊക്കെ നമുക്ക് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പൈസ തരും. ഈ കൃപാസനത്തിൽ കൊണ്ടുവന്നു എന്നൊരു കാരണത്താൽ തന്നെ ഞങ്ങൾക്ക് പൈസ തന്ന് സഹായിച്ച എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ നമുക്ക് അവസാനം ഇവർക്ക് പോകാം. ഈ 50 ലക്ഷം രൂപ ഈ വന്ന കാലത്ത് വലിയ കാശുള്ള വീട്ടിലെ ആൾക്കാർക്ക് പോലും വിടാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ എന്തിനു പോലും മാതാവിൻ്റെ അടുത്ത് നമ്മൾ ഉടമ്പടി എടുത്ത് നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ട്. നമുക്ക് 2 മക്കളെയും ഈ 250 കോടിയിലേറെ രൂപ മുടക്കി നമുക്ക് വിടുവാൻ സാധിച്ചു. അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബാങ്ക് ബാലൻസോ ഒന്നുമുള്ള ആൾക്കാരല്ല. സാധാരണ ഞങ്ങളൊരു ഫാമിലിയാണ്. എങ്കിൽ പോലും അമ്മയുടെ മാധ്യസ്ഥം വഴിയായി യേശു ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിനെ ഓർത്ത്, പിതാവായ ദൈവം അവിടുത്തെ നാമം മഹത്വപ്പെടുത്തിനോർത്ത് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അമ്മയ്ക്കും 1000 നന്ദി. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ വൈഫ് പുള്ളിക്കാരത്തി ഈ കൊറോണയെ കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി ദേഹം മുഴുവൻ ഇങ്ങനെ നീര് വെക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അടുത്ത് പോയി. അപ്പോൾ പുള്ളി ഈ മൊത്തം ശരീരം റിപ്പോർട്ടൊക്കെ ചെയ്ത് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മരുന്ന് കഴിക്കണം, പിന്നെ യൂറിൻ പാസ്സാകുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ലാസിക്സ് എന്ന ടാബ്ലറ്റ് എടുത്താലേ ശരീരത്തിൽ നിന്നും നീർക്കെട്ട് മാറത്തുള്ളൂ. ആ ഒരു അവസ്ഥയാണ്. പിന്നെ പല കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഞങ്ങൾ ഈ ഒരു 5-6 മാസം ഈ ടാബ്ലറ്റൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. ഈ യൂറിൻ പോകണമെങ്കിൽ ലാസിക്സ് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്നാലേ ഈ ശരീരത്തിന് നീര് മാറുള്ളൂ. ഒരു ദിവസം പുള്ളിക്കാരത്തി ഇവിടെ വന്ന്, പുള്ളിക്കാരത്തി ഓൾറെഡി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ ഈ രോഗസൗഖ്യ ആരാധന സമയത്ത്, അച്ഛൻ രോഗസൗഖ്യ ആരാധന സമയത്ത് ഇങ്ങനെ അദ്ദേഹം പുള്ളിക്കാരത്തി ആരാധനയോടൊപ്പം അവിടെ വീട്ടിൽ നിന്ന് ഈ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തിക്ക് എന്തോ തോന്നൽ പോലെ ഉണ്ടായി. പുള്ളിക്കാരത്തി ദേഹത്തെ ആ നീര് മുഴുവൻ ചുങ്ങി പുള്ളിക്കാരത്തി പൂർണ്ണ സൗഖ്യമുള്ളതായിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മരുന്ന് തന്നെ കഴിക്കുന്നില്ല. അങ്ങനെ പരിശുദ്ധ ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിനും 1000 നന്ദി. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് 87 വയസ്സായി. അമ്മയ്ക്ക് ഓർമ്മ തീരെയില്ല. കാരണം ഇപ്പോഴും അമ്മ പറയുന്ന അമ്മയ്ക്ക് 35 വയസ്സാണ്. ഞങ്ങൾ ഏറ്റവും ഇളയ ഞാനിപ്പം സ്കൂളിൽ പഠിക്കുന്നു എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എത്ര മക്കളുണ്ടെന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ല. ആരവസ്ഥയാണ്. ബാത്റൂമിൽ പോകാൻ പോലും കറക്റ്റ് അറിയത്തില്ല. ബാത്റൂമിൻ്റെ ക്ലോസറ്റൊക്കെ ഉണ്ടായി തന്നെ പാത്രമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള അമ്മയ്ക്ക് വേരിക്കോസിൻ്റെ അൾസർ നേരത്തെ ഒരു പ്രാവശ്യം വന്നായിരുന്നു. അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് മാറിയതാണ്. പിന്നെ ഈ 1 കൊല്ലം മുമ്പ് വീണ്ടും ഇതുപോലെ അൾസർ ഉണ്ടായി. അത് എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ടും ആ അൾസർ ഉണങ്ങുന്നില്ല. അവസാനം 1 കൊല്ലത്തോളം തന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് പല ഹോസ്പിറ്റലിൽ കാണിച്ചു. അവസാനം ഞങ്ങൾ ഈ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പ് അത് അതിനകത്തിട്ട്, വേറെ വഴിയൊന്നുമില്ല. കാരണം നമുക്കിനി വേറെ ഓപ്ഷൻസ് ഇല്ല. നമുക്ക് ഇനി നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി മാതാവിനോട് ഉടമ്പടി എടുത്തെന്നുള്ളതും പിന്നെ നമുക്ക് കിട്ടിയ ഉടമ്പടി വസ്തുവിൻ്റെ അത്ഭുതങ്ങളും അതിനു മുമ്പ് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ വിവരിച്ചിട്ടുള്ളതാണ്. എനിക്കതിനകത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഉടമ്പടി ഉപ്പും തൈലവും തേനും ഒക്കെ ഉപയോഗിച്ച്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ പ്രയോഗിച്ചു. അമ്മയുടെ കാലിൽ ആദ്യം ഉപ്പിട്ടു. അത് കഴിഞ്ഞ് ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാൻ തുടങ്ങി. അത് ഒരു കുറേശ്ശെയായിട്ട് അമ്മ ഈ അൾസറിൻ്റെ മണം കാരണം നമുക്ക് അമ്മയുടെ മുറിയിൽ കയറാൻ പോലും സാധിച്ചിരുന്നില്ലെന്നുള്ളതാണ്. കാരണം അത്ര ചീഞ്ഞ മണമാണ്. ആ മുറിയിലേക്ക് നമ്മൾ കയറിയുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരും. അതേ രീതിയിലുള്ള അൾസറിൻ്റെ അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. കാര്യം അത്ര ചീഞ്ഞഴുകിയ ഒരു അവസ്ഥ നമുക്ക് അമ്മയുടെ മുറിയിലോട്ട് കയറുമ്പോൾ ഛർദ്ദിക്കാൻ വരും. ഞങ്ങൾക്കൊക്കെ ഒത്തിരി വിഷമം വരും. കാരണം അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ ചിലപ്പം വെള്ളം എടുത്ത് കോരി വയ്ക്കും. നമ്മൾ എന്ത് ചെയ്താലും അമ്മ എന്നാ ചിലപ്പോൾ ആ പൊട്ടനൊക്കെ ആകുമ്പോൾ ചുമ്മാ പൊളിച്ച് കളയും. വേദനയൊന്നും അറിയത്തില്ല അമ്മയ്ക്ക്. വേദന എന്നാന്ന് പോലും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഉടമ്പടി ഉപ്പിട്ടു. അത് കഴിഞ്ഞ് അതിനകത്ത് നീര് വലിയാൻ തുടങ്ങി. പിന്നെ ഉടമ്പടി തൈലം ഒഴിച്ച് ആ ഉടമ്പടി തൈലം ഉപ്പും കൊണ്ട് മാത്രം ആ കാല് ഉണങ്ങിന്ന് പൂർണ്ണ സൗഖ്യമുള്ള കാലായിരിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇതുപോലെ തന്നെ അമ്മ ഓർമ്മയില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അമ്മയുടെ ബാത്റൂമിൽ വെച്ചിരിക്കുന്ന സോപ്പെടുത്ത് അമ്മ വായിലിട്ട്. അപ്പോൾ ആ വായിൽ സോപ്പിട്ടാൽ അറിയാമല്ലോ നമുക്ക് അതിൻ്റെ അവസ്ഥ. അമ്മ ആ വായിൽ സോപ്പിട്ട് കഴിഞ്ഞപ്പോൾ അത് എൻ്റെ വൈഫ് അമ്മയ്ക്ക് അറിയത്തില്ല ഇതാരാണ്. അമ്മ പറയുന്നത് അവൾ വേലക്കാരിയാണെന്നാണ് പറയുന്നത്. അല്ല അത് അമ്മ മകളാണെന്നോ ഒന്നും അമ്മയ്ക്ക് അറിയത്തില്ല അതായിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞാൽ കേൾക്കുകയില്ല. ഈ സോപ്പിട്ട് കഴിഞ്ഞപ്പം അവളെന്നെ വിളിച്ച് പറഞ്ഞു സോപ്പ് വായിലിട്ടു. ഞാൻ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് അവൾ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ സോപ്പ് വായിന്ന് എടുക്കാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല. എടുത്ത് തരുമല്ല. ആ 1/2 മണിക്കൂറോളം സോപ്പ് വായിലുണ്ട്. കാരണം എനിക്കറിയാം ഹോസ്പിറ്റലിൽ കൊണ്ടായ അമ്മ ആര് പറഞ്ഞാലും കേൾക്കില്ല. കാരണം അമ്മയെ വെറുതെ അവർ സഡേഷൻ കൊടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. കാരണം പിന്നെ വയറ് കഴുകണം അതായതാന്നൊക്കെ പറഞ്ഞാൽ പാവം അതിനെ എന്നൊക്കെ ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ആകെപ്പാടെയുള്ള ഒരു ഓപ്ഷൻ അമ്മേനെ
എനിക്കറിയാവുന്നതും ഞാൻ അനുഭവിച്ചതുമായ കാര്യമാണ് ഉടമ്പടി തൈലത്തിൻ്റെയും തേനിൻ്റെയും ഒക്കെ മഹിമ. ഞാൻ അന്നേരം തന്നെ ഞാൻ കടയിലായിരുന്നു, ഞങ്ങൾക്കൊരു ഹോട്ടലാണ് തൊടുപുഴയിൽ. അപ്പോൾ ഞാൻ അവിടുന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് നേരെ വീട്ടിൽ സ്കൂട്ടറുമായിട്ട് വന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കേൾക്കുള്ളൂ എൻ്റെ അമ്മ, വേറെ ആര് പറഞ്ഞാലും അമ്മ കേൾക്കുകയില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എന്നിലോട്ട് വായിന്നൊരു വലിയ സോപ്പിങ് എടുത്തു തന്നു. ആ അരമണിക്കൂർ ആ സോപ്പ് വായിരിക്കുന്ന ഒന്ന് ഓർത്ത് നോക്കി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുഖമൊക്കെ അങ്ങ് വീർക്കാൻ തുടങ്ങി, ഇവിടെ എല്ലാം വീർത്ത് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ ഇതാകാൻ തുടങ്ങി. പിന്നെ ഞാൻ അന്നേരം തന്നെ വായൊക്കെ കഴുകി, ഉപ്പിട്ട് വാ കഴുകി, പിന്നെ ഉടമ്പടി തേൻ തേച്ച് കൊടുത്തു, ഉടമ്പടി തൈലം തേച്ചു. കാരണം എനിക്കറിയാം ഹോസ്പിറ്റലിൽ പോയാലത്തെ അവസ്ഥ. കാരണം അതിൻ്റെ വയറ് കഴുകി, ചിലപ്പോൾ ആണ് ഹോസ്പിറ്റലിൽ നേഴ്സ് പറഞ്ഞാലും കേൾക്കില്ല, അല്ല പിന്നെ സഡേഷൻ കൊടുക്കേണ്ടി വരും. അവിടെ ഞാൻ അത് അന്നിനൊന്നും പോകില്ല. കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കാം. ഞാൻ തന്നെ ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം തേച്ച് ആ വായിൽ അതെല്ലാം ഇട്ട് കഴുകി എല്ലാം നന്നായിട്ട് തേച്ചിട്ട് തൈലം തേച്ച് കൊടുത്തു. പിറ്റേ ദിവസമായപ്പം വായും മുഖമൊക്കെ അല്ല നോർമലായി എന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അത്ഭുതം. അതിൻ്റെ എല്ലാം ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ എനിക്കറിയാം. കാരണം നാളെ ഇതൊക്കെ ചോദിച്ചാൽ കാണിക്കണമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ കൊറോണയുടെ കാലത്ത് ഞങ്ങൾ പരിസ്ഥിതി അമ്മയുടെ സഹായത്താൽ എല്ലാവരും സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ കാശ് കണ്ട സമയം ഞങ്ങൾ ഈ കൊറോണയുടെ സമയത്താണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ അവനൊരു ഇടയ്ക്ക് ഇങ്ങനെ ഈ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡാണ്. ആധാർ കാർഡും എല്ലാം കാണിച്ചാൽ മാത്രമേ നമുക്ക് പാൻ കാർഡൊക്കെ കാണിച്ചിട്ടാണ് ഇപ്പോൾ ഈ ട്രേഡിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവൻ ആരോ ഒരു വീടിനടുത്തുള്ള ഒരാളെ ആക്സിഡൻ്റലി പരിചയപ്പെടുക. അപ്പോൾ അവനോട് ചോദിച്ചു, അവൻ്റെ മമ്മിയോട് ചോദിച്ചു, എന്നോട് ചോദിച്ചാൽ ഞാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ അവൻ്റെ മമ്മിയോട് ചോദിച്ചു, ഞാൻ ട്രേഡ് ചെയ്തിട്ടെന്ന് ചോദിച്ചു. നേരെ പറഞ്ഞു വേണ്ട, നീ ആണ് ഞാൻ പറഞ്ഞു വേണ്ട, ഉടായ്പൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ കൊറോണയുടെ സമയത്ത് ജോസഫ് ഈജിപ്തിൽ കർത്താവ് പട്ടിണിയുടെ സമയത്ത് തന്നെ അവരെ സംരക്ഷിച്ച പോലെ ഞങ്ങൾക്ക് ആ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ അവന് പുള്ളിക്കാരത്തി 5000 രൂപ കൊടുത്തു. ഈ കൊറോണ സമയത്ത് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനിരുന്ന് ഈ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഈ വിദേശത്തുള്ള ആൾക്കാരുടെ ഈ ട്രേഡിങ്ങിൽ ഇത് കോപ്പി ചെയ്താൽ അവനിതെല്ലാം നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് അവരെങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് അവൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ അവൻ വാച്ച് ചെയ്തിട്ട് അവസാനം അവരെ കോപ്പി ചെയ്തിട്ട്, അപ്പോൾ അവരുടെ ഒപ്പം അവരെന്നാ കളിക്കുന്നത് അതാണ് നടക്കുന്നത്, അല്ല അവൻ്റെ കഴിവുകൊണ്ടല്ല. പക്ഷെ ആ ഒരു സമയത്ത് അവന് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ പൈസ ഏകദേശം 5 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ആ ട്രേഡിങ്ങിലൂടെ കിട്ടി. ഒന്നിച്ചല്ല കേട്ടോ, 50,000 ആകാം. പിന്നെയും ഇവരിത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിക്കുന്നവരെ ബാൻ ചെയ്യും. പിന്നെ വീണ്ടും ആധാർ കാർഡ് വെച്ച് വീണ്ടും ലൈനിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ ഈ കൊറോണ കാലത്ത് ഞങ്ങൾ എന്താണെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം അമ്മ ഞങ്ങളെ അതുപോലെ ഈ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളെ അത്രമാത്രം സഹായിച്ചു. ഞങ്ങൾക്ക് ഈ ആദ്യകാലങ്ങളിൽ, കാരണം ഉടമ്പടി എടുത്ത ആദ്യകാലങ്ങളിൽ ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, ഇനി ഞാൻ ഉടമ്പടി എടുക്കുന്നത്, എന്നെ ഉടമ്പടിയിൽ നിന്ന് മാറ്റണം, ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാ പറഞ്ഞു, എന്നാൽ നീ എടുത്തോളാൻ പറഞ്ഞു. പുള്ളിക്കാരത്തിനെ ഉടമ്പടിയിലോട്ട് കയറ്റി, പുള്ളിക്കാരത്തിയാണ് ഉടമ്പടി, ഞാൻ എന്നിട്ട് ഒഴിവായി. ഞാനോർത്ത് ഇനി എനിക്ക് യൂട്യൂബൊക്കെ കണ്ട് ഇനി പതുക്കെ അങ്ങോട്ട് നടക്കാമെന്ന് ഓർത്ത് ആ രീതിയിലേക്ക് ഞാനങ്ങ് പോയി. പക്ഷേ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ പറ്റി നമ്മൾ ഉടമ്പടിയിലല്ലാത്ത അവസ്ഥ നമ്മളെ പെട്ടെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം കർത്താവുമായിട്ട് അല്ലെ മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് ഇല്ലാതെ പോകുന്നൊരവസ്ഥ. കാരണം നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കാതെ വരുമ്പോൾ, ചേർന്ന് നിൽക്കാതെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യമൊക്കെ വലിയ കാര്യമാണ്, പക്ഷേ പിന്നീടാണ് നമുക്ക് അതിൻ്റെ മനസ്സിലാകുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ രണ്ടാമത് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ ആ മാനസികമായ ബുദ്ധിമുട്ട് പ്രാർത്ഥിക്കാനുള്ള ആ ആഗ്രഹമൊക്കെ സാധിച്ചു കിട്ടിയത്. അതുപോലെ തന്നെ മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ. എൻ്റെ ഈ കഴിഞ്ഞ മാസം ഞാനും വൈഫും കൂടെ ഞങ്ങളുടെ ഒരു കസിൻ്റെ മരണത്തിന് അവരുടെ വീട്ടിൽ രാത്രി പോവുക. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്കൊരു കോള് വന്നത് ഒരു 7 മണിയായി രാത്രി. ആ കോള് വന്ന് ജോഷിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് തീർന്നോന്ന് നോക്കാനാണ് പറഞ്ഞു. കാരണം അത് ചോദിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ഇവിടെ പുള്ളി ഒരു ഹിന്ദു ആണെങ്കിൽ പോലും ബൈബിളും മറ്റും നമ്മളെക്കാളും പുള്ളിക്ക് ജ്ഞാനമുള്ള മനുഷ്യനാണ്. ആ പുള്ളി രാത്രി വിളിച്ചിട്ട് എന്നോട് പറയാം, നിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് തീർന്നു നോക്കാം. ഞാൻ അവിടുത്തെ എന്നെ അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെയൊന്നും തീർന്നിട്ടില്ല. പക്ഷേ ആ പുള്ളി ഞാൻ വീട്ടിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കഴിഞ്ഞ ജനുവരി മാസം തന്നെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും നാളും ഡ്രൈവ് ചെയ്ത് മക്കളെയൊക്കെ വിദേശത്ത് അയക്കാൻ എയർപോർട്ടിലും കോഴിക്കോടും കണ്ണൂരും ഒക്കെ പോയത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ആളായിട്ടാണ് പോയത്. കാരണം എൻ്റെ ലൈസൻസ് യാതൊരു വാലിഡിറ്റി ഇല്ല. അപ്പോൾ മനുഷ്യൻ എന്നോട് ഞാൻ ചോദിച്ചു, ആ മനുഷ്യനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ആ മനുഷ്യനോട് പറയാം, എനിക്ക് ജോഷിനെ വിളിക്കാനായിട്ട് മനസ്സിൽ നിന്നൊരു തോന്നൽ വരിക. കാരണം ആ മനുഷ്യൻ ഇവിടെ
ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും കൃപാസനത്തിൽ വരുന്ന ആളും നമ്മളെക്കാളും ആത്മീയതയിൽ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനും ഈ ഉടമ്പടിയിൽ അയക്കുന്ന സമയത്ത് ആത്മീയമായ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി സാധിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി. കാരണം എനിക്കൊരു ഹോട്ടലാണല്ലോ, അപ്പോൾ നമുക്ക് ഈ പാവങ്ങളോ ആരെങ്കിലും ഈ ആഹാരം കഴിക്കാനില്ലാത്ത ആൾക്കാർ നമുക്ക് അവർക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് നമ്മുടെ ആദ്യം നമുക്ക് ഉടമ്പടിയിലായിരിക്കും നമുക്ക് നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ 6 കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ വഹിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എന്നാ എഴുതിയിരിക്കുന്നത് പോലും എനിക്ക് അറിയത്തില്ല. കാരണം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് വേണ്ട എന്താണോ അത് നമുക്ക് വേണ്ടി മാതാവ് വാങ്ങിത്തരും. ആ ഒരു രീതിയിലേക്ക് നമ്മൾ, കാരണം ഇപ്പോൾ പോലും ഞാൻ എന്താ ഈ 6 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് എനിക്ക് ഓർമ്മ പോലും ഇല്ല. കാരണം അതേ രീതിയിലേക്ക് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള, അതായത് അച്ഛൻ പറയുന്ന പോലെ അതായത് നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഭൗതികത നമുക്ക് ഒന്നുമല്ല, ആത്മീയമായ, കാരണം നമ്മൾ ഭൗതികതയിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ തമ്പുരാനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് തമ്പുരാൻ എന്തെല്ലാം നമുക്ക് ആവശ്യമായതെല്ലാം തന്ന് നമ്മളെ സഹായിക്കും.